friends, welcome back to my channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 മെട്രിസസ്. ഇപ്പോൾ മെട്രിസസ് എന്ന ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഡിഫറൻസ് ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിസസ് നൽകിയാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു മെട്രിക്സിൽ നിന്ന് മറ്റൊരു മെട്രിക്സ് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നൽകിയിട്ടുണ്ട്. മെട്രിക്സ് എ ഈക്വൽ ടു 8 1 3 2 3 10. അതുപോലെ മെട്രിക്സ് ബി ഈക്വൽ ടു 5 1 -1 4 1 5. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് മെട്രിക്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറയുന്ന ഈ രണ്ട് മെട്രിക്സിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. വളരെ എളുപ്പമാണ് മെട്രിക്സിന്റെ ഡിഫറൻസ് കാണാനായിട്ട്. അതായത് ഈ മെട്രിക്സ് എയുടെയും മെട്രിക്സ് ബിയിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടത്തുക എന്നതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതായത് എ മൈനസ് ബി ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ മൈനസ് ചെയ്യുക. അതായത് 8 -5, അതുപോലെ 1 -1, അതുപോലെ 3 മെട്രിക്സ് ബിയിലെ കറസ്പോണ്ടിങ് എലമെന്റ് ആണ് -1, അതായത് 3 -1. അതുപോലെ 2, ദെൻ മെട്രിക്സ് ബിയിലെ കറസ്പോണ്ടിങ് എലമെന്റ് ഏതാ 4, അതായത് 2 -4. അതുപോലെ 3 മെട്രിക്സ് ബിയിലെ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ആണ് 1, അതായത് 3 -1. അതുപോലെ 10 കറസ്പോണ്ടിങ് എലമെന്റ് 5, 10 -5. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി നമുക്ക് ചെയ്യാം. അതായത് എ മൈനസ് ബി ഈക്വൽ ടു 8 -5 ഈക്വൽ ടു 3, 1 -1 ഈക്വൽ ടു 0, 3 -1 ഈക്വൽ ടു 4, then 2 -4 ഈക്വൽ ടു -2, 3 -1 ഈക്വൽ ടു 2, 10 -5 ഈക്വൽ ടു 5. അപ്പോൾ വളരെ എളുപ്പമല്ലേ മെട്രിക്സിന്റെ ഡിഫറൻസ് കാണാൻ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്